ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാവിറ്റി പോയിൻ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി ആ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ തക്കായലോട്ടും കൂടെ പോകാം. തക്കായൽ ഹിൽ വ്യൂ പോയിൻ്റ് ഉണ്ട്. തക്ക വ്യൂ പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 4 വീല് ബുക്ക് ചെയ്തിട്ടുണ്ട്, റെൻ്റേ കാറ്, കുറച്ച് അഡ്വഞ്ചറായിട്ട് പോകുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി ഇച്ചിരി ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തക്ക വ്യൂ പോയിന്റിലോട്ട് വന്നു. അപ്പം ഇവിടെ വരുമ്പം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവറേജ് ചെയ്യാൻ പറ്റും. ഇവിടെ തക്ക വ്യൂ പോയിൻ്റ്, വാദി ദർബാദ്, ഇവിടെ കുറച്ച് ഏരിയകളുണ്ട്. വാദി ദർബാദിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ വേറൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അതായത് രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ സൺറൈസൊക്കെ തക്ക വ്യൂ പോയിന്റിൽ ഒന്ന് വേണേൽ കാണാൻ പറ്റും. ഗൂഗിൾ മാപ്പിലും അല്ലെങ്കിൽ വാസയിലൊക്കെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ എത്തും. അപ്പോൾ തക്ക വ്യൂ പോയിന്റിൽ വന്ന് മോർണിംഗ് സൺസെറ്റൊക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് വാദി ദർബാദിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ പോകാം, ഗ്രാവിറ്റി, ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി, അവിടെയൊക്കെ പോയി നമുക്കൊരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് സിറ്റിയിലോട്ട് പോവുകയോ അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലോട്ട് പോവുകയോ ചെയ്യാം. തക്കോയിലോട്ട് പോകുന്ന വഴി നമ്മൾ റൂട്ടൊന്ന് മാറി വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഹിഡൻ ബ്യൂട്ടി പ്ലേസ് ആണെന്ന് തന്നെ പറയാം. വളരെ ശാന്തമായൊരു സ്ഥലം, കുറച്ച് ക്യാമൽസിനെ മാത്രം കാണാം. മഴക്കാലത്തിന് ശേഷമാണെങ്കിൽ വലിയൊരു നദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പണ്ട് ഈ ഭാഗം മുഴുവനും വലിയ നദിയാൽ മൂടപ്പെട്ടവയാണ്. പിന്നെ നല്ലൊരു ഫോട്ടോ ഡെസ്റ്റിനേഷനും കൂടിയാണ്. ഈ സ്ഥലത്തിലോട്ടുള്ള ലൊക്കേഷൻ വേണ്ടവർ ദയവായി കമൻറ്റ് ചെയ്യുക, നമ്മൾ ലൊക്കേഷൻ അയച്ചു തരുന്നതാണ്. ഈ സ്ഥലത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു കാലത്ത് ഒരുപാട് പേര് യാത്ര ചെയ്തിരുന്ന ഒരു ബ്രിഡ്ജ് ഇവിടെ തകർന്ന നിലയിൽ കാണാം. ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ പകുതി മാത്രമായി ഒരു പാലം.
ഒരുപാട് നാളുകൾക്ക് മുന്നേ ശക്തമായ മഴയും ഉരുൾപൊട്ടലിനെയും തുടർന്ന് തകർന്നു പോയ ഒരു പാലം, ഒരു ഹിസ്റ്റോറിക്കൽ പോലെ ഇപ്പോഴും തകർന്ന പാലം എന്ന നിലയിൽ ഇവിടെ നിലനിൽക്കുന്നു. പുതിയ ബ്രിഡ്ജ് മറ്റൊരു സൈഡിലും നമുക്ക് കാണാം കേട്ടോ. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് തക്വയിലാണ്. തക്വയിൽ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, രാവിലത്തെ സൺറൈസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ പക്ഷേ ഇപ്പോൾ ഏകദേശം നൂൺ ടൈമായി. നമുക്കൊന്ന് കാണണ്ടേ? നോക്കൂ, നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടെ. അങ്ങ് അടുത്ത് വരെ ആക്സസ് ഉണ്ട്, പക്ഷേ മണലൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. നമ്മളിപ്പോൾ ഉള്ളത് ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. ഇതൊരു വിചിത്രമായ സ്ഥലമാണ്. ഗ്രാവിറ്റി ലൊക്കേഷൻ. കാർ നിർത്തിയാലും അത് താനെ മുകളിലോട്ട് സഞ്ചരിക്കും. നമ്മുടെ കാർ ഇപ്പോൾ ഉള്ളത് ന്യൂട്രൽ ആണ്, സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണുള്ളത്. എന്നിരുന്നാലും കാർ 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഒരുപാട് സഞ്ചാരികൾ ഈ പ്രതിഭാസം ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾ ശരിക്കും നമ്മളെ കബളിപ്പിക്കുകയാണ് ഫ്രണ്ട്സ്. ഇത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. എന്ന് വച്ചാൽ ചുറ്റിലുമുള്ള മലകളും റോഡിലെ വളവുകളും കുന്നിറക്കത്തെ ഒരു കയറ്റം പോലെ തോന്നിപ്പിക്കുന്നു.